मुझे पहली बारिश की दुआ तेरे पहलू में रह लूं मैं खुद को पागल कह लूं तू अंधे खुशियां सह लूं साथिया സംസ്ഥാന ആരോഗ്യമേഖലയെ കൂടുതൽ ജനകീയവും ആധുനികവുമാക്കാൻ സർക്കാർ നിരവധി വികസന പദ്ധതികൾ നടപ്പിലാക്കുകയാണെന്ന് MLA രാജീവ് രംഗൻ പറഞ്ഞു. ആദ്യമിഷൻ വഴി പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തുകയും ഗ്രാമപ്രദേശങ്ങളിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങൾ എത്തിക്കുകയും ചെയ്യുന്നു. ക്യാൻസർ പ്രതിരോധ പ്രവർത്തനങ്ങളും ടെലിമെഡിസിൻ സേവനങ്ങളിലെ വിപുലീകരണവും ആരോഗ്യരംഗത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിനക്കൊക്കെ ഇത് സ്വയം പൊക്കലായിരിക്കും, പക്ഷെ എനിക്ക് ഇതൊക്കെ സ്വയം ഉണ്ടാക്കിയെടുത്തതാ ഈ കാണുന്നതൊക്കെ. അതിന്റെ ഫലമാ TV നിങ്ങൾ കാണുന്നത്. അതെ അതെ, സമ്മതിച്ചു. രാവിലെ തന്നെ ഇറങ്ങിക്കോണം സ്വയം പൊക്കിക്കൊണ്ട്. ഇതാ ഈ ചായ കുടിക്കേ. പിന്നെ എടി ഗീതേ, ഇന്നലെ പാർട്ടി മീറ്റിംഗില് തോമസ് പറഞ്ഞായിരുന്നു രാജീവേട്ടൻ ടിവിയിലൊക്കെ കാണുമ്പോ സ്റ്റൈല് വേറെയാന്ന്. ആണോ? അത് തോമസ് പറഞ്ഞത് തന്നെയാണോ അതോ ഇനി സ്വന്തമായിട്ട് മനസ്സിലുണ്ടാക്കി എടുത്തതാണോ? എന്തായാലും എനിക്ക് തോന്നിയിട്ടില്ല. തോന്നില്ലടി, നിങ്ങൾക്കൊന്നും തോന്നത്തില്ല. അമ്മ, അമ്മ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണോ? വാ, അപ്പം മുട്ടക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ട് പോ. എന്താ മോളെ, ഇന്ന് നേരത്തെ പോണോ? അച്ഛാ, ഇവിടെ ഒരു യുദ്ധം തന്നെ നടക്കുക. കാഷ്വാലിറ്റി ഡ്യൂട്ടി കഴിഞ്ഞ മനുഷ്യനെ പോലെ ഇരിക്കാൻ പോലും സമയം കിട്ടുന്നില്ല. സാരില്ല, ഇതൊക്കെ ജോലിയുടെ ഭാഗമല്ലേ. കഴിക്കുമ്പോ ഫോൺ നോക്കാതെ മാറ്റി വെക്ക്. അല്ല മോളെ, അവരെ എപ്പോഴെവിടെ എത്തുന്നത്? അച്ഛാ, അവര് ഒരാഴ്ചക്കുള്ളിൽ ഇവിടെ എത്തുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അവരിവിടെ വന്നാ സെറ്റിൽ ആവാൻ സമയം എടുക്കില്ലേ? മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പ്രോജക്റ്റ് അല്ലേ അമ്മ. സ്ഥലം, അപ്രൂവല്, പ്ലാനിങ്, കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ നേരിട്ട് വന്ന് നോക്കണമെന്നാ. അതുകൊണ്ട് ഇവിടെ അടുത്ത് വല്ല റെന്റൽ ഹൗസ് കിട്ടുമെന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ ഹെൽപ്പ് ചെയ്യോ? മോൾ അതിനെ പറ്റി വിഷമിക്കണ്ട. മിഖായിൽ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. ഞാൻ ആ സുരേഷിനോട് പറഞ്ഞിട്ടുണ്ട്. അവന്റെ അപ്പാർട്ട്മെന്റ് സൈഡിൽ എന്റെ വീട് ഒഴിയുന്നാ കേട്ടത്. നമുക്ക് നോക്കാം. ഡോക്ടർമാരൊക്കെ വരുമ്പോ നല്ല ഡീസന്റ് ആയിട്ടുള്ള സ്ഥലം തന്നെ വേണം. പറയുന്നതായിട്ട് നിന്റെ കുടുംബക്കാരെ പറ്റുന്നെന്ന് തോന്നുമല്ലോ. അതെന്താ മനുഷ്യ, അല്ലേ? അവര് നമ്മുടെ കുടുംബക്കാരാവാൻ പോകുന്നവരല്ലേ. മതി മതി, ഇനി രാവിലെ തന്നെ രണ്ടുപേരും കൂടി തുടങ്ങണ്ട. അമ്മ എനിക്ക് മതി, ഞാൻ പോവാം. അച്ഛേ, പോവാണേ. ചെല്ലു മോളെ. ചക്കു, ചക്കു, എടി എണീക്ക്, സമയം 9 ആവാറായി. നിനക്കത് എക്സാം ഇല്ലേ? ഇല്ലമ്മ, എനിക്ക് തലവേദനക്ക്, ഞാൻ ഒന്ന് കിടക്കട്ടെ. തലവേദനയോ? നീ ചേച്ചിയോട് പറഞ്ഞോ? ഇല്ല, അവള് കുറച്ചു മുന്നേ ഇറങ്ങിയതേ ഉള്ളൂ. നിനക്ക് പറഞ്ഞൂടായിരുന്നോ മനുഷ്യനെ മെനക്കെടുത്താൻ? രാത്രി ഫോൺ നോക്കിയിരുന്നാ പിന്നെ രാവിലെ എനിക്കില്ലല്ലോ. എടിയേ ആൻസി, ഡേവിഡ് പോയായിരുന്നോ? ആയിച്ചായ, അവൻ 5 മണിക്ക് എണീറ്റ് പോയി. അവിടെ എത്തണ്ടായോ? പിന്നെ MLA സാർ വിളിച്ചിരുന്നു. അവിടെ വീട് ശരിക്കുണ്ടെന്നാ പറഞ്ഞത്. തക്കാട് തന്നെ, നമ്മുടെ ഹോസ്പിറ്റൽ സൈറ്റിലേക്ക് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. പിന്നെ അവരുടെ വീടും അടുത്താന്നാ പറഞ്ഞത്. ആന്നോ? അതെന്തായാലും നന്നായി. അപ്പൊ എങ്ങനാ, നാളെ തന്നെ പോയാലോ? നാളെയോ? ആ ചെറുക്കൻ വരാതെ എങ്ങനെയാ നമ്മൾ പോകുന്ന ഇച്ചായ? ആൻസി, നീ അവനെ പറ്റി ഇവിടെ ഒരക്ഷരം വേണ്ടി പോകരുത്. കുടുംബത്തിൽ കയറ്റാൻ കൊള്ളത്ത്. ഇച്ചായ, ഇന്നത്തിന് എങ്ങനെയൊക്കെ പറയുന്നേ? അവൻ വരും, ഞാൻ വിളിക്കാം. നീ എന്നതെങ്കിലും ചെയ്യേ. ഞാൻ അവനെ കാത്തൊന്നും നിൽക്കുകയല്ല. സോമനോട് പറയാൻ പോവാ നാളെ തന്നെ പോണോന്ന്. അവിടെ ചെന്നിട്ട് 100 കൂട്ടം പണി നടക്കുക. ഞാൻ വിളിച്ചു നോക്കട്ടെ. നിന്റെ ഇഷ്ടം.
slow, my obsession grows. Everybody asking questions I don't even know. You got me calling my apartment screaming, yeah, yeah. You want somebody who can touch you like I did. ഹലോ ആൻസി മോളെ, എന്നാ ഉണ്ട് വിശേഷം? നീ ഒരു അക്ഷരം മിണ്ടരുത്. എവിടാണോ തലതെറിച്ചവനെ നീ? നിനക്ക് കുടുംബത്തിലൊന്നും കേറണ്ടായോ? നിനക്ക് കിട്ടുന്നതൊക്കെ നിന്റെ അപ്പന്റെ വായിന്ന് വാങ്ങുന്ന ഞാനാ. ഷേ, കുറച്ചങ്ങ് വാങ്ങി വെക്കാൻ മച്ചി, എന്നിട്ട് ഞാൻ വരുമ്പോ അങ്ങ് തന്നാ മതി കേട്ടോ. എല്ലാം കൂടെ തരുന്നുണ്ട് ഞാൻ. എവിടാടാ നീ? അങ്ങ് ദൂരെ മലേഷ്യയില്. നിന്റെ കർത്താവേ, മലേഷ്യോ? നീ അവിടെ എന്നാ കാണിക്കുന്ന ചെറുക്ക? എന്റെ പൊന്നമ്മച്ചി, നാളെ മാച്ച് ഉണ്ട്. മാച്ചോ? ഇനി നീ എപ്പോഴാ ഇവിടേക്ക്? ഞങ്ങൾ നാളെ തിരുവനന്തപുരം പോകും. നീ വരട്ടെ എന്ന് പറഞ്ഞ തന്നെ. പറഞ്ഞതേ ഓർമ്മയുള്ളൂ. നിന്റെ അപ്പന്റെ വായിന്ന് പൊളിച്ചത് കേട്ട്. ആ, അതേലും അവിടെ നല്ല വാക്കൊന്നും മൊഴിയല്ലോ. ഞാൻ എന്നാ ചെയ്യണ? മിണ്ടാതിരുന്നടാ. നിന്റെ ഈ കുണം കാരണല്ലേ ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നേ. പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ വയസ്സ് തന്നെ വന്നു പെട്ടല്ലോ. അല്ല, ഇനി എപ്പോഴാ ഇങ്ങോട്ടേക്ക് എഴുന്നള്ളുന്നേ? പക്ഷെ എന്റെ പൊന്നടാ, നിങ്ങൾക്ക് ഇതേ പറയാനുള്ളൂ. എന്റെ അമ്മച്ചി, എനിക്ക് നാളെ മാച്ച് ഉണ്ട്. ഞാൻ അത് കഴിഞ്ഞ് എത്തിയേക്കാം. ഒരു 2-3 ദിവസം പിടിക്കും, അത്രേ ഉള്ളൂ. എന്നതേലും ചെയ്യേ. പിന്നെ വരുമ്പോ 2 മാസത്തിന് ലീവ് എഴുതിയിട്ട് വന്നാ മതി കേട്ടല്ലോ. നിന്റെ ഇച്ചാന്റെ കല്യാണമാണ്. അന്നെങ്കിലും ഒന്ന് കുടുംബത്തിൽ കയറ്. നിന്റെ അപ്പനൊരു മനസ്സമാധാനം കിട്ടട്ടെ. ഞാൻ നോക്കട്ടെ, കോച്ചിനോട് ചോദിക്കണം. ശരി എന്നാ അമ്മച്ചി, ഞാൻ വെക്കോ. എനിക്ക് പ്രാക്ടീസ് ഉണ്ട്. ശരി. പിന്നെ കയ്യും കാലും ഓടിക്കാതെ ഇങ്ങ് വന്നേക്കണം കേട്ടല്ലോ. ഓ ശരി എന്റെ ആൻസി മോളെ, ഒന്ന് വെച്ചിട്ട് പോവൂ. ഇച്ചിരി മനസ്സമാധാനം കിട്ടട്ടെ. ഉമ്മ. പോടാ ഉമ്മ. നിങ്ങൾ എത്തിയോ? ബാബാ, അയത്ത് MLA സാറെ ഒഴിവോടെ കണ്ടതിന് സന്തോഷം. പിന്നെ 2 മാസം കഴിഞ്ഞപ്പോ ഞങ്ങൾ ഇവിടുത്തെ ശല്യക്കാരായിരിക്കും കേട്ടോ. ഷേ, എന്തൊക്കെ പറയുന്ന? നമ്മൾ ഈ കുടുംബക്കാരാകുമ്പോ ഇങ്ങനെയൊക്കെ പറയാവോ? വാ, അകത്ത് കയറ്. ഗീത ചേച്ചി, ആൻസി, അയ്യോ എപ്പ കണ്ടതാ നമ്മള്? ആ, എത്രയായി? അന്ന് പിള്ളേരുടെ കൂടെ ഇരാറ്റുപേട്ടയിൽ വന്നപ്പോ കണ്ടതാ. ഇനിയിപ്പോ കുറച്ച് നാളത്തേക്ക് എന്നും കാണാലോ. ചേച്ചി, ഇത് ആൻസി കൊച്ചുമ്പോ പാലയിൽ സ്പെഷ്യൽ ആയിട്ട് വാങ്ങിച്ചതാ. അയ്യോ, എന്തിനാ ഇതൊക്കെ ആൻസി? ഇതൊക്കെ ഒരു സന്തോഷല്ലേ? വയ്ക്കുന്നേ. മോനെ വാ, അകത്ത് കയറ്. നീ എന്താ അവിടെ നിക്കുന്നേ? ആ അമ്മ വരുവാ. ശ്രദ്ധ, ആര് വന്നോട്ടോ? ഇന്ന് താഴെ പോലെ. അമ്മച്ചി, അയ്യോ എന്റെ കൊച്ചിന് എത്രയായി കണ്ടിട്ട്. ഹോസ്പിറ്റലിൽ പോയി തളർന്നു നീ. എന്റെ കൊച്ചങ്ങാതെ വാടിപ്പോയില്ലോടി, എന്നാ പറ്റി? പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ഹോസ്പിറ്റലിൽ പോകുന്നതിന്റെ തിരക്ക് കാരണം. ശരി, നന്നായി ആഹാരമൊക്കെ കഴിക്കണം കേട്ടോ. അല്ല, ഇവിടെ ഒരു ചെറുതുണ്ടല്ലോ, ആളെവിടെ പോയി? ആ, അവൾക്ക് കോളേജിൽ സെമെക്സ് നടന്നുകൊണ്ടിരിക്കുക, അതുകൊണ്ട് കോളേജിൽ പോയിരിക്കുക. അല്ല, അവിടെ ഒരാളുണ്ടല്ലോ, ഇളയത്, ആളെവിടെ പോയി? MLA സാറേ, അവനെ പറ്റി ചോദിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. അവൻ എവിടാന്ന് അവന് മാത്രം അറിയാം. ഇനി ഏത് കാലത്ത് ആ കുടുംബത്തിൽ കയറാൻ പോകുന്നതെന്ന് അറിയത്തില്ല. രാജീവേട്ടാ, അവൻ വരും. എന്നോട് പറഞ്ഞതാ 2 ദിവസത്തിനുള്ളിൽ നാട്ടിലെത്തും. അവനിപ്പോ മലേഷ്യയില. ബോക്സർ അല്ലേ, സ്പോർട്സ്മാൻ. തിരക്കാവും. സാരമില്ല, അവൻ പതിയെ വരട്ടെ. നമുക്ക് ഇവിടെ വന്നിട്ട് തിരക്കൊന്നുമില്ലല്ലോ. നിങ്ങൾ എന്തായാലും ഇപ്പൊ ചായ കുടിക്കും. ഹലോ ഡോക്ടർ മാഡം. ഇതിപ്പോ ഇതിന്റെ ഇടയിൽ കൂടെ വന്നോ? അതൊക്കെ വന്നു. കൈ കഴുകാനാന്നും പറഞ്ഞു വന്നതാ. എന്റെ കൊച്ചിനെ കാണണ്ടേ? അയ്യടാ, ഡെയിലി ഹോസ്പിറ്റലിൽ വെച്ച് കാണുന്നതല്ലേ മനുഷ്യ. എന്ന് വെച്ച് ഹോസ്പിറ്റലിൽ കാണുന്ന പോലെയാണോ ഇവിടെ കാണുന്നത്? അല്ല, ഇപ്പൊ ഇങ്ങോട്ട് വരാനുള്ള കാരണം? ഒന്നുമില്ല, ചുമ്മാ. നീ ഹാപ്പി അല്ലേ? ഈ എൻഗേജ്മെന്റും മാരേജും ഒക്കെ പെട്ടെന്ന് ഡിസൈഡ് ചെയ്തല്ലേ? പ്രഷറൊന്നും ഇല്ലല്ലോ? പ്രഷറൊന്നുമില്ല. ഇതൊക്കെ നമ്മൾ ആഗ്രഹിച്ച കാര്യം തന്നെ അല്ലേ? പിന്നെന്താ, 2 മാസം ടൈം ഉണ്ടല്ലോ. അതിനിടയിലല്ലേ ഇങ്ങനെയൊക്കെ നടക്കും. സീനില്ലാന്നേ. അത് കേട്ടാ മതി. പിന്നെ ഒരു കാര്യം, നമ്മുടെ ആ റെന്റൽ ഹൗസ് നോക്കാൻ പോകുമ്പോഴേ കൂടെ നീയും വരണേ. ഓക്കെ. വന്നേ, വീട് പോയി നോക്കിട്ട് വരാം.
സർ ഫുള്ളി ഫർണിഷ്ഡ് AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എല്ലാം ഉണ്ട്. റെന്റ് 45K ആണ്. ബട്ട് MLA സാറിന്റെ ആൾക്കാരായതുകൊണ്ട് 30K മതി. ആൻസി എങ്ങനാ 2-3 മാസം കഴിയാനുള്ളതല്ലേ, കൊള്ളാവോ? ആ കൊള്ളാഴ്ച വൃത്തിയുണ്ട്, നിങ്ങൾക്ക് തർപ്പിക്കാം. ആ അപ്പൊ ഓക്കെ. സോളമോ ആ എമൗണ്ട് എടുക്കുക. ചക്കു നീ എത്തിയോ? ആ അമ്മ. പിന്നെ ചക്കു, ഡേവിഡിന്റെ പാരന്റ്സ് വന്നിട്ട് കേട്ടോ. മിഖായിലെങ്കിലും ആൻസിന്റെ ഒക്കെ നിന്നെ ചോദിച്ചായിരുന്നു. ഒന്ന് ചെന്ന് കണ്ടിട്ട് പോയോ? അമ്മ ഞാൻ നാളെ പോയി കണ്ടോളാം. എനിക്ക് തലവേദനിച്ചിട്ടായ. ഇത് നീ മാറിയിട്ടില്ലേ? വൈകിട്ട് ചേച്ചി വരവ് പറയട്ടോ. ആ അമ്മ. Coming to the ring, fighting out of the red corner, wearing black and gold, weighing in at 160 pounds with a professional record of 40 wins, 10 by knockouts and 0 losses. He's the pride of India and the star from Kerala, the undefeated Devin Mikhail Kaladigal. And still undefeated Devin Mikhail Kaladigal. ഈയിടെ മോനെ അടിപൊളി. 3 റൗണ്ടിൽ ആ ലെഫ്റ്റ് ഹുക്ക് ക്ലീൻ ആയിട്ട് കൃത്യം പടക്ക പോലെ. അമ്മാതിരി ഹുക്ക് സീന്. നാളെ തയ്ച്ചെറുക്കാൻ എവിടാന്ന് പോലെ അറിയത്തില്ല. അതിന്റെ ബോധം വന്നാൽ മതിയായിരുന്നു. കോച്ച് കാണുന്ന പോലെയല്ല, ആൾ സ്ട്രോങ് ആയിരുന്നു. 2 റൗണ്ട് എടുത്തു അതിന്റെ സ്റ്റൈല് പിടിക്കാൻ. Still you nailed it. So Devin, അടുത്ത 2 മാസം there's no match. മാൻഡേറ്ററി ചാർജർ ആരാന്ന് അറിയുന്നവരെ നിനക്ക് ക്യാൻഡർ എംറ്റി ആയിരിക്കും. പക്ഷേ ആര് വേണേലും കയറി വരാം. ഡെഡ് ലൈൻ ആണ്. You need to keep your belt. So you need to practice more. നിനക്ക് ഓഫ് സീസൺ ഒന്നുമില്ല. Got it? Yes coach. പക്ഷേ കോച്ച് എനിക്ക് നാട്ടിലോട്ട് പോകണം. വൈ? ഇപ്പോഴോ? നീയിപ്പോ ജയിച്ചു വന്നല്ലേ, അതിന് പാർട്ടി കൊടുക്കണ്ടേ? ഇതെന്ത് പറ്റി പെട്ടെന്ന്? പാർട്ടി ഒന്നും വേണ്ട കോച്ച്. പിന്നെ നാട്ടിലോട്ട് പോകുന്നത് ഇച്ചാന്റെ കല്യാണമാണ്. അമ്മച്ചനെ അവിടെ കിടന്ന് വിളിച്ചോണ്ടിരിക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ട്രിവാൻഡ്രത്ത് ഞങ്ങളൊരു പുതിയ ഹോസ്പിറ്റൽ തുടങ്ങണം. സോ അതിൻ്റെയൊക്കെ കാര്യങ്ങളായിട്ട് കല്യാണം, ഹോസ്പിറ്റൽ, കുടുംബ മഹിമ. ശരി, മനസ്സിലായി. പക്ഷേ Devin, you're 2 fights away from world ranking. Don't lose focus. Family is important, but this ring, this is your name. അറിയാം കോച്ച്. പേടിക്കണ്ട, മാർച്ച് ക്യാമ്പിന് മുന്നേ ഞാൻ തിരിച്ചെത്തിയിരിക്കും. ഞാൻ അവിടെ വീട്ടിൽ പ്രാക്ടീസ് ചെയ്തോളാം. ഓക്കെ? ബട്ട് 3 കണ്ടീഷൻ. 1, ഡെയിലി 10 കിലോമീറ്റർ ഓടണം. 2, ചിക്കനും മട്ടനും പോത്തോന്നുന്ന കുട്ടപ്പനായിട്ട് വന്നേക്കരുത്. 3, ഷാഡോ ബോക്സിംഗ് വീഡിയോ എനിക്ക് ഡെയിലി കിട്ടിയിരിക്കണം. ഞാൻ ചെക്ക് ചെയ്യും. ഡീൽ. അപ്പോ എന്റെ പൊന്നു കോച്ചല്ലേ, ലീവ് കൺഫേം അല്ലേ? പോടാതെ ലീവ് ഗ്രാൻറ്റഡ്. ബട്ട് യു കം ബാക്ക് ഹംഗ്രി. ദിസ് ബെൽറ്റ് ഇസ് ജസ്റ്റ് സ്റ്റാർട്ടഡ്. മെയിൻ കോഴ്സ് ഇസ് കമ്മിങ്. അപ്പോ ഇവിടുത്തെ മെയിൻ കോഴ്സിന് മുന്നേ നാട്ടിലെ സദ്യ കഴിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാം. പോരെ? അപ്പൊ പോട്ടെ. ബൈ. Announcement. Passengers arriving from Kuala Lumpur flight MH108, please proceed to flight machinery. ചേട്ടാ, തിരുവനന്തപുരം പോവോ? അയ്യോ സാറേ, ഒത്തിരി ദൂരമുണ്ട്. 5 മണിക്കൂറൊക്കെ വേണം. ഏതാ? വേണമെങ്കിൽ ഇനിയും കിട്ടും. ഞാൻ പറഞ്ഞ സ്ഥലത്ത് എന്നെ എത്തിച്ചാൽ മതി. സാറേ, സാറ് കയറിക്കോ. പണത്തിന്റെ മണം കേട്ടാ വീഴുന്നതല്ലേ ഉള്ളൂ കേരളത്തിലെ ആൾക്കാർ, അല്ലയോ? അയ്യോ സാറേ,
കുടുംബസ്ഥിതിയൊക്കെ അങ്ങനെ ആയതുകൊണ്ടല്ലേ. സാർ കയറിയിരിക്കെ, ഞാൻ AC തരാം. ഓ വേണ്ട, എന്നാത്തിനാ? ആ ഗ്ലാസ് അങ്ങ് തുറന്നിട്ടേര്. കേരളത്തിലെ കാറ്റിന്റെ മണം തന്നെ ആസ്വദിക്കട്ടെ. കുഞ്ഞിന്റെ വീട് തിരുവനന്തപുരമാണോ? അല്ല, ഈരാറ്റുപേട്ട, കോട്ടയം. ഓ, ഈരാറ്റുപേട്ടയോ? അവിടെ ആറ്റുമകനായിട്ട് വരും. ചേട്ടന് ഈരാറ്റുപേട്ടയിൽ എല്ലാവരെയും അറിയാവോ? ഇല്ലില്ല, എല്ലാവരും ഒന്നും അറിയില്ല. ഞാൻ ചുമ്മാ ചോദിച്ചതാ സാറേ, വെറുതെ വഴിക്ക് നീളം തോന്നാതിരിക്കാൻ. വണ്ടി വിളിച്ചേട്ടാ, നേരെ വിളക്കുമ്പത്തേക്ക് തൈക്കാട് എത്തണം. ആ ചേട്ടാ, ചേട്ടന്റെ പേരെന്നതാ? നാടൊക്കെ ഇവിടെ തന്നെ ആണോ? എന്റെ പേര് സോമൻ. നാട് മോന്റെ നാട് തന്നെ, ഈരാറ്റുപേട്ട. ഓ ആണോ? എന്നതാ ഇവിടെ? ഇവിടെ ക്യാബ് ഓടിച്ച ജീവിതം മുന്നോട്ട് പോകുന്നു സാറേ. എന്നതേലൊക്കെ കഴിക്കാൻ വേണ്ട കുടുംബത്തിലോട്ട്. ഓ, ഹോസ്പിറ്റലിന്റെ പുതിയ പ്രോജക്ട് തിരുവനന്തപുരം തൈക്കാട് ആരംഭിക്കുന്നു. MLA രാജീവൻ രംഗത്ത്. ഹോസ്പിറ്റലിന്റെ കൺസ്ട്രക്ഷൻ വർക്കുകൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് ഫൗണ്ടർ മിഖായൽ കളരിക്കൽ അറിയിച്ചു. അല്ല സാറേ, ഈരാറ്റുപേട്ടയില് ആര് മോനായിട്ട് വരും? ആരെയും അറിയാവോന്ന് വെച്ചിട്ടാ ഞാനങ്ങനെ ചോദിച്ചേക്കട്ടോ. ഓ, റേഡിയോയില് ഒരു മനുഷ്യനെ പറ്റി പറഞ്ഞില്ലായിരുന്നു. അങ്ങേറ്റ് തന്നെ. മിഖായൽ സാറിന്റെ മകനാണോ? ആന്ന്. അയ്യോ, മൂത്തതോ? എളയത്. എന്റെ പുണ്യാളാ, ഡോക്ടർ സാറിന്റെ മകനാന്ന് അറിഞ്ഞത് ഞാൻ ഈ പൈസ ഒന്നും വാങ്ങാതെ എവിടാന്ന് വെച്ചാൽ കൊണ്ടുവരില്ലായിരുന്നോ? കുഞ്ഞു സാറേ, ഡോക്ടർ സാറിനൊന്നും പറഞ്ഞേക്കില്ലേ, ഞാൻ പൈസയൊക്കെ തിരിച്ചു തന്നേക്കാം. എന്റെ സോമൻ ചേട്ടാ, എന്നാത്തിനാ ഈ സാറ് വിളിയൊക്കെ? ഈ ബഹുമാനൊന്നും വേണ്ടെന്നേ. അയ്യോ എന്റെ കുഞ്ഞെ, കളരിക്ക കുടുംബത്തോട് എനിക്ക് വലിയ ബഹുമാനാ. അതും മിഖായൽ സാറിനോട്. എന്റെ മനസ്സില് അദ്ദേഹത്തിന്റെ സ്ഥാനം ദൈവത്തെക്കാൾ മേലെയാ. ഓ, അതെന്നാ? അത് 10 വർഷം മുന്നേയുള്ള കഥ മോനെ. ഇപ്പോഴതൊക്കെ ആലോചിക്കുമ്പോ പേടി സ്വപ്നം പോലെയാ. ഞാനും എന്റെ 2 വയസ്സുള്ള കൊച്ചുമോനും കൂടെ ടൗൺ വരെ പോയതായിരുന്നു. രാത്രിയായിരുന്നു, നല്ല മഴയുണ്ടായിരുന്നു. പോയി വരുന്ന വഴിയില് ഒരു ലോറി വന്ന് ഞങ്ങളുടെ പുറകിൽ വന്നിരിച്ചു. ഞാൻ തെറിച്ചുപോയി. കൊച്ചുമോന് സാറായിട്ട് പരിക്ക് പറ്റി. എന്നാ ചെയ്യണമെന്ന് അറിയാതെ തിരിഞ്ഞു നിൽക്കുമ്പോഴാണ് മിഖായൽ സാറ് വരുന്നത്. സാറ് വന്ന് എന്നെയും മോനെയും ആശുപത്രി കൊണ്ടുപോയി. ഒരു തരി പണം പോലും വാങ്ങാതെയാണ് എൻ്റെ കൊച്ചുമോനെ ചികിത്സിച്ചത്. ICUല് 3 ദിവസം സാറ് തന്നെ നിന്നു. എനിക്ക് ഉറപ്പ് തന്നിരുന്നു കൊച്ചുമോനെ പഴയതുപോലെ തിരിച്ചു തരുമെന്ന്. സാറ് വാക്ക് പാലിച്ചു. ഞങ്ങളുടെ കൊച്ചുമോനെ തിരികെ കിട്ടി. ഇപ്പൊ അവൻ ഓടിച്ചാടി നടക്കുക. ഓ, അപ്പനാള് കൊള്ളാലോന്നോ? മിഖായൽ സാറിന്റെ കാല് തൊട്ട് തൊഴുതണം. അങ്ങനെ ദൈവമാണ് ഞങ്ങൾക്കൊക്കെ. ഇച്ചായാ? ഓ, തല്ലും കുത്തൊക്കെ കഴിഞ്ഞ് നമ്മളൊക്കെ വിളിക്കാൻ സമയം ഇപ്പോഴേ കിട്ടിയുള്ളൂ. തുടങ്ങി. ഇച്ചായാ, ഞാനൊരു കാര്യം ചോദിക്കാൻ വിളിച്ചതാ. എന്നതാ? തിരിച്ചു വരുമ്പോ സ്വീകരിക്കാൻ ആനി എഴുന്നള്ളത്തൊക്കെ വേണമെന്ന് പറയാനാണോ? പക്ഷെ എന്റെ പൊന്നടാ, ഒന്ന് നിർത്ത്. നീ ആ വീടിന്റെ ലൊക്കേഷൻ ഒന്ന് അയച്ചേ. നീ മലേഷ്യന്ന് ലാൻഡ് ചെയ്തോ? ലാൻഡ് ചെയ്തു. ഓ, കർത്താവ് കാത്തു. ഞാൻ കരുതി നീ അവിടെ ഏതെങ്കിലും തായ്ക്കാരി കിട്ടി സെറ്റിൽ ആവുന്നു. പൊന്നു മോനെ ഡേവിഡേ, നീ തല്ലുകൊള്ളും കേട്ടോ. നീ ആ ലൊക്കേഷൻ അയച്ചേ. എടാ, അല്ല നീ അപ്പനോടും അമ്മയോടൊക്കെ അറിയിച്ചായിരുന്നോ നീ വരുന്നത്? ഞാൻ അമ്മച്ചിയോട് എന്റെ സോനിയും പറഞ്ഞതാ. പിന്നെ ഞാൻ ഇപ്പൊ ഹോസ്പിറ്റലാ. ഈവനിങ് വരുമ്പോ കാണാം. ഇതന്നെയാന്നോ കുഞ്ഞു വീട്? ലൊക്കേഷൻ വെച്ച് ഇത് തന്നെയാന്ന്. നോക്കട്ടെ. പിന്നെ സോമൻ ചേട്ടാ, ഇതോടെ പിടിച്ചോ. അയ്യോ കുഞ്ഞ്, ഇതിപ്പോ എന്നാത്തിനാ? വൈക്ക് സോമൻ ചേട്ടാ. ഇനിയിപ്പോ ഇവിടെ നിന്ന് കൊച്ചി എത്തണ്ടായോ? പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കഴിക്കേ. പിന്നെ വീട്ടിൽ പോകുമ്പോ കൊച്ചിന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. അയ്യോ കുഞ്ഞെ, അത് പിന്നെ ഇതിപ്പോ മിഖായൽ സാർ അറിഞ്ഞ എന്നാത്തിനാ സോമൻ ചേട്ടാ ഈ പേടിക്കുന്നേ? അപ്പൻ അറിഞ്ഞ ഒന്നും പറയില്ല. ഇത് ഞാൻ തരുന്നതല്ലേ. വാങ്ങിക്ക. കർത്താവ് രക്ഷിക്കും മോനെ. ഞാനെന്നാ ഇറങ്ങട്ടെ മോനെ. മിഖായൽ സാറിനോടും ആൻസി കൊച്ചമ്മയോടും പറയണേ. ഞാൻ ഇറങ്ങും. ശരി. എന്റെ കർത്താവ്, ഇനിയിപ്പോ ഇതിനകത്ത് എന്നതാണ് ഉണ്ടാവാൻ പോകുന്നത്? ഇതിനകത്ത് ആരെയും കാണുന്നില്ലല്ലോ. ഇതന്നെയാണോ വീട്? ആളിവിടെ ഉണ്ട്. ആൻസി മോളെ. അയ്യോ എന്റെ കർത്താവേ, എന്നതാടാ ഇത്? ഓ, ഇത് പാതി ജീവൻ അങ്ങ് പോയി.
പേടിച്ചു പോയോ? ഇത്രയുള്ളോ ആൻസിമോളുടെ ധൈര്യം? എന്നാ ഒന്നും മിണ്ടാത്തെ? എന്നതാ ആൻസിമോളെ പറയേ, ഞാൻ വന്നില്ലേ? ഓ വലിയ കാര്യായി. എത്ര നാളെ നീ പോയിട്ട് വല്ല ബോധമുണ്ടോ? 2 വർഷമായി മോനെ നീ പോയിട്ട്. ഓ 2 വർഷമായിട്ട് വരാത്തതിന് വഴക്ക് വന്നോ ആൻസിമോളെ? പോടാ, നിനക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അയ്യേ ആൻസിമോള് കരയുന്നോ? എന്നതാ ഇത് ആൻസി കൊച്ചെ, കരച്ചിൽ നിർത്ത്. ഹാ അമ്മച്ചി. പോടാ. ശേ ഇങ്ങനെ കരഞ്ഞു മേടിക്കാൻ മേക്കപ്പ് ഒക്കെ ഒലിച്ചു പോവേ, പറഞ്ഞേക്കാം. പോടാ, ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല. എനിക്കിപ്പോഴും 25 വയസ്സിന്റെ ഭംഗിയല്ലേ. അയ്യടി 25ന്റെ ഭംഗി പോലും, പ്രായം 55 കഴിഞ്ഞു, മറക്കണ്ട. അത് പിന്നെ അത് തനിയെ വന്നു പോയാ. നീ ഇനി ചുമ്മാക്കാൻ നിക്കല്ലേ. നീ ചെന്ന് കുളിച്ചോ, ഞാൻ ദോശ ഉണ്ടാക്കി വെക്കാം. ദേവി നിക്ക്. ഇച്ചായ ചെറുക്കൻ വന്നിട്ടുണ്ട്. ഇങ്ങേറ്റം മതക്ക് ഒരു ഭാവം മാത്രമേ ഉള്ളൂ, കാട്ടുമക്കൻ. ഡാഡാ, അപ്പനെ പറ്റി പറയുന്നത് നോക്കണം. ഓ സത്യം പറഞ്ഞ തെറ്റാന്നോ? ഈ വീട്ടിലെ ചിലരുടെയൊക്കെ സ്വഭാവം കണ്ട ഹിറ്റ്ലറാന്നാ വിചാരം. ആൻസി, ഈ വീട്ടിൽ സംസാരം സൂക്ഷിച്ചു വേണം. എല്ലാവർക്കും അത് ബാധകമാക്കണം. രവി, നീ എന്റെ മോനാണ്, അപ്പനല്ല. മനസ്സിലായല്ലോ? മോനാന്നുള്ള കാര്യം ഞാൻ മറന്നിട്ടില്ല, അപ്പനാ മറക്കുന്നത്. രവി, എന്റെ കർത്താവേ, മതി, രണ്ടാളൊന്ന് നിർത്ത്. ഇച്ചാ, അവൻ വന്നതേ ഉള്ളൂ, വന്നതും തുടങ്ങാൻ നിക്കല്ലേ. രവി നിന്നോട് കൂടെയാണ്. പോ, ചെന്ന് കുളിച്ചോ, ഞാൻ കഴിക്കാൻ എടുക്കാം. ഓ എന്നാത്തിനാ, ഇപ്പൊ തന്നെ വയറെന്നറിഞ്ഞു. അമ്മച്ചി പറഞ്ഞത് കേട്ടില്ല എന്നുണ്ടോ? ഉണ്ടാക്കി തരുന്നതിന് തിന്നിട്ട് പോടോ. ഇവിടെ ആഹാരത്തിനോട് ബഹുമാനം വേണം. അയ്യോ കണ്ടു ആൻസിമോളെ, ഹിറ്റ്ലറിന്റെ സ്നേഹവും ഒഴുകുക നയാഗര ഫോൾസ് പോലെ. പനത്തന്ത നീ അപ്പനാ, ബഹുമാനം വേണം. ചെറുതിലെ അടിച്ചു വളർത്താത്തതിന്റെ കുറവാ. എന്നാ തന്നെ ആൻസിമോളെ. ഇവിടെ നിന്ന് ഇനിയും കിട്ടും. പോ, ചെല്ലു കുളിച്ചോ. പിന്നെ ആ പെട്ടിയില് നിന്റെ കുറച്ച് ഡ്രസ്സ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഏതാന്ന് വെച്ചെടുത്ത് നോക്കിയിട്ട്. ആയിക്കോട്ടെ. ചക്കു, നിന്റെ ഒഴുക്ക് ഇനിയും കഴിഞ്ഞില്ല പെണ്ണെ. ഇനി ഇറങ്ങി വന്നേ. എന്തോ അമ്മേ, കിടന്ന് കാറാതെ, ഞാൻ ഇവിടെ ഉണ്ട്. പിന്നെ കാറാതെ ഇന്നലെ 5 മണിക്ക് കയറിയതാ നീ ആ റൂമിന്റെ ഉള്ളില്. ഇപ്പഴാ ഇറങ്ങി വരുന്നേ. സമയം എത്രയായി നോക്ക്? സമയം 9 മണി കഴിഞ്ഞു. അതിനെന്താ, ഞാനിപ്പോ വന്നില്ലേ. അല്ല അമ്മേ, കഴിക്കാൻ എന്തുവാ? കഴിക്കാൻ പുട്ടുണ്ടാക്കുന്നുണ്ട്. നീ ആദ്യം ആൻസി ആന്റി മിഖായൽ അങ്കിളെ പോയി കണ്ടിട്ടോ. അവർ വന്നപ്പോ തൊട്ട് തിരക്കാൻ തുടങ്ങിയതാ. ഇപ്പോഴോ? അമ്മ എനിക്ക് വിശക്കുന്നുണ്ട്, കഴിച്ചിട്ട് പോയാ പോരെ, പ്ലീസ് 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 പ്ലീസ്. പറ്റത്തില്ല, നീ പോയിട്ട് വന്നിട്ട് കഴിച്ചാൽ മതി. അവർ എത്ര ദിവസമായി ചോദിക്കുന്നു. നിൽക്കേ, ഞാൻ ഉണ്ണിയപ്പെടുത്തരാം, അതുകൂടെ കൊണ്ടുപോകും. ഓക്കെ. ഇതാരിത്? ഹായ് അങ്കിൾ. അമ്മ പറഞ്ഞായിരുന്നു നിങ്ങൾ വന്നത്. അങ്കിളിന് സുഖാണോ? പിന്നെ സുഖാണ്. അല്ല കൊച്ചിനോട് വന്നപ്പോ കണ്ടില്ലായിരുന്നല്ലോ, എന്നാ തിരക്കാന്നോ? അങ്കിളെ കുറച്ച് തിരക്കിലായിരുന്നു. ഇപ്പോ എക്സാം നടന്നോണ്ടിരിക്കുക, അപ്പൊ അതിന്റെയൊക്കെ തിരക്കില. ആണല്ലേ. അല്ല എന്നതായിരുന്നു പഠിക്കുന്ന? റിസർച്ച് സ്റ്റുഡന്റ് അങ്കിൾ, ഫസ്റ്റ് ഇയർ പൊളിറ്റിക്കൽ സയൻസ്. കൊള്ളാലോ. അച്ഛനെ പോലെ പൊളിറ്റിക്സിനോടാണോ താല്പര്യം? ഏറെക്കുറെ. എന്തൊക്കെ പറഞ്ഞാലും അച്ഛന്റെ ബ്ലഡ് അല്ലേ ഉള്ളിലൂടെ ഓടുന്നേ, അപ്പൊ ചെറിയൊരു ചായ കാണും. നല്ലതാ. ഓക്കെ, ഞാൻ ആന്റിയെ കണ്ടിട്ട് വരാം. ആൻസി, എന്റെ കർത്താവേ, ഇതാരിത്? കുഞ്ഞോ? വാ വാ, എത്രയായി നിന്നെ കണ്ടിട്ട്. ഇന്നുകൂടെ ഞാൻ വിചാരിച്ചതേ ഉള്ളൂ, വന്നിട്ട് 2-3 ദിവസമായി, എന്നിട്ട് കൊച്ചിനെ കണ്ടില്ല. അമ്മ പറഞ്ഞായിരുന്നു ആന്റി തിരക്കിയെന്ന്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ആന്റി, എക്സാം ആയതുകൊണ്ട് ഇച്ചിരി തിരക്കിലായി പോയി, സോറി. ഓ അതൊന്നും സാരില്ലേടാ, എന്തായാലും കണ്ടല്ലോ, അത് തന്നെ മതി. എന്തായാലും കഴിഞ്ഞ വർഷം കണ്ട പോലെയല്ല, ആളാകെ അങ്ങ് മാറി, വലിയ പെണ്ണായി. അല്ല, കുഞ്ഞ് കഴിച്ചായിരുന്നോ? ഇല്ല ആന്റി, പോയിട്ട് വേണം കഴിക്കാൻ.
ഞാനവിടെ കുളിച്ചത് നേരെ ഇങ്ങ് പോന്നതാ. പിന്നെ അമ്മതാ ഇത് കൂടെ തന്നു വിട്ടിട്ടുണ്ട്. വെറും കൈയോടെ പോണ്ടെന്ന് പറഞ്ഞു. ആഹാ, എന്നതായാലും കൊച്ചാത് അവിടെ വെച്ചിട്ടിങ്ങ വാ. ആന്റി നല്ല ചൂട് ദോശയും ചട്നിയും തക്കാളി ചമ്മന്തി തരാം. നല്ല ചൂടോടങ്ങ് ഒരു പിടി അങ്ങ് പിടിക്കും. അയ്യോ ആന്റി കുഴപ്പമില്ല, ഞാൻ വീട്ടിൽ ചെന്ന് കഴിച്ചോളാം. നീ വാടി കൊച്ചെ, ആന്റി പറഞ്ഞാ കേൾക്കണം. ഇത് നിന്റെ വീടായിട്ട് കാണണം കേട്ടോ. ഓക്കെ ആന്റി. താങ്ക് യു. கண்ணுக்குள்ள மிளகாவத்தல் காயுது, அது காயுது. இது பஞ்சலோகமே, நீ பஞ்சு தலகா, நீ மேல வந்து விழுந்த. நீ செக்க செக்க செவந்த குங்குமத்தை கலந்த வண்ணத்திலேயே